നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ രാജ്യത്തെ കോൺഗ്രസിന്റെ അധപ്പതനം പൂർത്തിയായിരിക്കുന്നു. ശക്തി മണ്ഡലമായ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ പോലും ആളില്ലാതെ കോൺഗ്രസിന് നേതൃത്വം. റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉരുക്കുകോട്ട, കോൺഗ്രസിന്റെ കൈവെള്ളയിൽ വെച്ച് കോൺഗ്രസ് സമ്മാനമാടിയ 2 മണ്ഡലങ്ങൾ. അതിൽ റായ്ബറേലി ഇന്ദിരാഗാന്ധി 1967 മുതൽ 77 വരെ തുടർച്ചയായി വിജയിച്ച മണ്ഡലം. ആ മണ്ഡലം പിന്നീട് മരുമകളും കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ സോണിയാഗാന്ധി 2004 ഏറ്റെടുത്തു. 2024 വരെ 5 തവണ റായ്ബറേലി കോൺഗ്രസിനെ കൈവിട്ടില്ല. പക്ഷേ ഓരോ തവണയും സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമേഠിയിൽ സംഭവിച്ചത് ഇക്കുറി റായ്ബറേലിയിൽ സംഭവിക്കുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തോൽവി മുൻകൂട്ടി മനസ്സിലാക്കി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് കാലുമാറി. മകൾ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ താൻ മത്സരിക്കാനില്ല, റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കൂടി വ്യക്തമാക്കിയതോടെ കണ്ണുകൾ രാഹുൽ ഗാന്ധിയിലേക്ക് നീണ്ടു. രാജ്യത്ത് ആകപ്പാടെ സുരക്ഷിതമായ ഒരു മണ്ഡലം വയനാട് മാത്രമേ ഉള്ളൂ എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതാണ് രാഹുൽ ഗാന്ധി. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തോൽക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് തന്നെ വ്യക്തമായി മനസ്സിലായതോടെ റായ്ബറേലിയിൽ തൊട്ട് കൈപൊള്ളാൻ താനില്ലെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. കാരണം അമേഠി രാഹുൽ ഗാന്ധിക്ക് ഒരു പാഠമാണ്. അമേഠി എന്ന കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയിൽ സ്മൃതി ഇറാനി എന്ന BJPയുടെ കരുത്തയായ നേതാവിന് മുന്നിൽ പതറിപ്പോയ രാഹുൽ ഗാന്ധിക്ക് ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയും തയ്യാറല്ല. ഓർക്കണം, രാജ്യത്തെ കോൺഗ്രസിന്റെ ഗതികേടിനെ കുറിച്ച് ഓർക്കണം. പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന കോൺഗ്രസിന്റെ 2024 എത്തുമ്പോഴുള്ള അധപ്പതനം മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേദന നൽകുന്നതാണ് കോൺഗ്രസിന്റെ കനത്ത പരാജയം. ഏറ്റവും വലിയ സീറ്റിൽ, ഏറ്റവും ഷുവർ സീറ്റിൽ, ഏറ്റവും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ പോലും മത്സരിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആളില്ല എന്നുള്ളതാണ് ഈ പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഗതികേട്. ഇത് കോൺഗ്രസിന്റെ ഗതികേടിന്റെ പ്രതിഫലനമാണ്. ഒരു പാർട്ടി എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത്. റായ്ബറേലിയിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെയാണ് NDA നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA രാജ്യത്തെ എതിരിടുന്നത്? ഇത്രത്തോളം ആത്മവിശ്വാസക്കുറവുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെയാണ് ജൈത്രയാത്ര നടത്തുന്ന, അശ്വമേധം നടത്തുന്ന നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ ഒരുങ്ങുന്നത്? ഏറ്റവും വലിയ ഗതികേടാണ്. നിങ്ങൾ ഓർക്കണം, ഇത് നമ്മൾ പറഞ്ഞു വന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗതികേടാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ തുടക്കത്തിലേക്ക് പറഞ്ഞു വന്നു, കോൺഗ്രസിന്റെ ശരീരഭാഷ തോൽവിയുടെ ശരീരഭാഷയാണ്. അഭിപ്രായ സർവേകൾ, പല റിസൾട്ടുകളും പുറത്തുവിട്ടതോടുകൂടി കോൺഗ്രസ് ആകെ തകർന്നിരിക്കുന്നു. രാജ്യത്ത് BJP എതിരിടാൻ, NDA എതിരിടാൻ വേണ്ടിയുള്ള തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധിക്ക് തുടക്കം മുതൽ തിരിച്ചടിയായിരുന്നു. ആ ഇന്ത്യ മുന്നണി സഖ്യം തന്നെ തകർന്നു തരിപ്പണമായി. രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മമതാ ബാനർജി അടക്കമുള്ളവർ, നിരവധി പാർട്ടികൾ ഈ സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോയി. അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പുറത്തേക്ക് പോയി. എന്തിനേറെ പറയുന്നു, നിതീഷ് കുമാർ വരെ മുന്നണി വിട്ട് BJPയുമായി ചങ്ങാത്തം കൂടി. അപ്പോഴും ഒരു പ്രതീക്ഷ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. കാരണം രാജ്യത്ത് കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളെങ്കിലും ഉണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ നേതൃത്വം തന്നെ പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മമതാ ബാനർജി മുന്നണി സംവിധാനത്തിനെ തള്ളിപ്പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്ക് ഓർക്കണം. ഒരു മുന്നണി സംവിധാനത്തെ കൃത്യമായി നയിക്കാൻ കഴിവില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് രാജ്യത്തെ നയിക്കാൻ കഴിയുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്ന ചോദ്യമാണ്. അതിന്റെ ആ തകർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്.
കോൺഗ്രസിന് റായ്ബറേലിയിൽ മത്സരിക്കാൻ പോലും നേതാക്കളെ കിട്ടുന്നില്ല. നെഹ്റു കുടുംബത്തിലെ രാഹുലിനോ പ്രിയങ്കയ്ക്കോ റായ്ബറേലിയിൽ മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് പോലും കൈവിട്ടു പോകുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഭയക്കുകയാണ്. സോണിയാഗാന്ധി മത്സര രംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തുമെന്നൊരു കണക്കുകൂട്ടൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പ്രിയങ്ക കൂടി കൈയൊഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ആകെപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം. 2019 1,67,178 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചത്. BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 2014 2014 നേടിയ 3,52,713 എന്ന ഭൂരിപക്ഷത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ 1,74,000 ആ ഭൂരിപക്ഷം ഇടിഞ്ഞത്. നേർപകുതിയായി ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ 2009 കണക്ക് നമ്മൾ പരിശോധിക്കണം. 2009 3,72,000 വോട്ടായിരുന്നു സോണിയാഗാന്ധിക്ക് റായ്ബറേലിയിൽ ഭൂരിപക്ഷമായി ലഭിച്ചത്. BSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച RS ഖുശ്വ ആയിരുന്നു അന്ന് സോണിയാഗാന്ധിയുടെ എതിരാളിയായിരുന്നത്. 2006 4,17,888 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിൽ ജയിച്ചതാണ് സോണിയാഗാന്ധി. 2004 സോണിയാഗാന്ധിയുടെ മെജോറിറ്റി 2,49,765 ആയിരുന്നു. അപ്പോൾ ഓർക്കണം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ എതിരാളി നേടുന്ന വോട്ടിന്റെ 4-5 മടങ്ങ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളെ ജയിപ്പിച്ച ഇടമാണ് റായ്ബറേലി. കഴിഞ്ഞ തവണ 2019 എത്തുമ്പോഴേക്കും അവിടെ BJP 2ാം സ്ഥാനത്തെത്തുന്നു, BSP അപ്രസക്തമാകുന്നു. അവിടെ ഭൂരിപക്ഷം 1,74,000 കുറയുന്നു. എങ്കിലും 1,74,000 ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കാൻ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിലെ യുവതലമുറ ഭയപ്പെടുന്നു എന്നുള്ളത് എത്രത്തോളം പരാജയ ഭീതി അവർക്കുണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ പരാജയ ഭീതിയും ഈ ശരീരഭാഷയുമായിട്ടാണ് സാക്ഷാൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും BJPയെയും NDAയെയും എതിരിടാൻ വേണ്ടി കോൺഗ്രസ് രാജ്യത്ത് തയ്യാറെടുക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഈ 2 രാഷ്ട്രീയ മുന്നണികളും തമ്മിലുള്ള ആത്മവിശ്വാസത്തിന്റെ അന്തരം, അതാണ് പറഞ്ഞു വരുന്നത്. ആത്മവിശ്വാസത്തിന്റെ അന്തരം. ഒരു ഭാഗത്ത് NDA 400 സീറ്റ് നേടണം, BJP 3/2 ഭൂരിപക്ഷത്തിനെ മറികടക്കണം, 370 സീറ്റ് നേടണമെന്ന വലിയ ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ അശ്വമേധം നടത്തുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയും രാഷ്ട്രീയ പാർട്ടിയും ഒരു വശത്ത്, മറുഭാഗത്ത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ പോലും മത്സരിക്കാൻ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം മറുഭാഗത്ത്. ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിന്റെ അന്തരം ഒന്ന് സാധാരണക്കാർ മനസ്സിലാക്കണം, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന്. BJPയുടെയും NDAയുടെയും അത്ഭുതകരമായ അസൂയാവഹമായ നേട്ടമിക്കുറി ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു കാരണം മറുഭാഗത്ത് പരാജയപ്പെട്ട പ്രതിപക്ഷമാണ്. ആ പരാജയപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഗതികേടാണ് ഇപ്പുറത്ത് ആ വലിയ വിജയം നേടാൻ BJPയും NDAയും സഹായിക്കുന്നതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് പറഞ്ഞു വെക്കേണ്ടത്.